ദിവ്യം വന്നിട്ട് ശങ്കുരുട്ടി പ്രശ്നം വെച്ച് ഇത് ശങ്കുരുട്ടിയെ അറിയപ്പെടട്ടെ എന്ന് പറയും ആ ചരിത്ര ക്ഷേത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞരമ്പ് സംബന്ധമായിട്ട് എന്തെല്ലാം സംഗതിയുണ്ടോ അതൊക്കെ തീർക്കാൻ വേണ്ടി പഠിക്കുന്നതാണ് സിദ്ധമർമ്മം എന്ന് പറയുന്നത്. മടന്തകൾ കിടങ്കയ്യപ്പ ആൺകൾക്ക് വലം കൈയാകും. സാറിനിപ്പം കുറച്ച് കൂടുതൽ കഫമുണ്ട്, സോറിയസസ്, പുണ്ണുകൾ, ക്യാൻസറുകൾ, ഇതുപോലുള്ള ഒരുപാട് കേസുകൾ ഞാൻ ചികിത്സിച്ച് ഭേദം വരുന്നുണ്ട്. നമസ്കാരം, കേരള കോളിംഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഏറെക്കുറെ എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു പഴസർപ്പത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ എല്ലാവരും കൂടുതൽ പേര് കണ്ടതാണ്. ആ കടയുടെ മുമ്പിൽ തന്നെയാണ് ഞാനിപ്പോൾ വന്നത്. കൃഷ്ണപുരം ചൂഴാലുള്ള ശ്രീകൃഷ്ണ ജ്യൂസ് കട. ഇവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ യാത്രയും തുടരേണ്ടത്. അപ്പോഴാണ് തൊട്ടടുത്ത് ഒരു സിദ്ധബ്രഹ്മ വൈദ്യശാല, ഒരു ഇന്ത്യൻ വൈദ്യൻ 52 വർഷമായിട്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില ആരോഗ്യകാര്യങ്ങൾ നമുക്കൊന്ന് അറിയാൻ പറ്റും, ചില ശ്രദ്ധിക്കേണ്ട ചില ആരോഗ്യകാര്യങ്ങൾ നമുക്കൊന്ന് അറിയാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ മുരുക സിദ്ധമർമ്മ വൈദ്യശാല. ചൂഴാല് തന്നെയാണ്. ചൂഴാലിൽ നിന്ന് നമ്മൾ ഊരമ്പിലേക്കാണ് നമുക്ക് അടുത്ത യാത്ര പോകുന്നത്. അപ്പോൾ ഈ വൈദ്യശാലയിൽ ആരോഗ്യകരമായ കാര്യങ്ങൾ നമ്മൾ വെയിലൊക്കെ കൊണ്ട് നടക്കുന്നതല്ലേ, അതിനെക്കുറിച്ച് കുറച്ച് അറിയാനുണ്ട്. വരാം. നമസ്കാരം. ഞങ്ങളിങ്ങനെ ചൂഴാല് വഴി പാസ് ചെയ്തു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പഴം സർബത്ത് കഴിച്ചായിരുന്നു. അവിടെ കഴിക്കാറുണ്ടല്ലേ? അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ തൊട്ടടുത്ത് ഒരു വൈദ്യശാലയും ഉണ്ടെന്ന് കേട്ടു. മുരുകൻ വൈദ്യൻ ഇവിടെ അത്യാവശ്യം ആളുകൾ അറിയാവുന്ന ഒരാളാണെന്ന് മനസ്സിലായി. അപ്പൊ ഒന്ന് രണ്ടു പേർക്ക് സംസാരിച്ചിട്ട് പോകാന്ന് ചോദിച്ചു. നമുക്ക് ഇവിടെ ഇരിക്കാം. ഇത് ചൂഴാൽ പറഞ്ഞല്ലോ, ചൂഴാൽ എന്ന് പറയുന്ന സ്ഥലമാണ്. എനിക്കും കൂടെ എത്തിക്കാം. ചൂഴാൽ എന്ന് പറയുന്ന സ്ഥലമാണ്. കൃഷ്ണപുരം എന്ന് പേരുണ്ട്. ക്ഷേത്രം ഇരിക്കുന്നതുകൊണ്ട് കൃഷ്ണപുരം എന്ന് പേര്. പിന്നെ ഒരു ശങ്കുരുട്ടി. ദിവ്യം വന്നിട്ട് ശങ്കുരുട്ടി പ്രശ്നം വെച്ച് ഇത് ശങ്കുരുട്ടിയെ അറിയപ്പെടട്ടെ എന്ന് പറയും ആ ചരിത്ര ക്ഷേത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ശങ്കുരുട്ടി എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. ചൂഴാൽ എന്ന് പറഞ്ഞാൽ ആലുകളുടെ കൂട്ടം. അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ഇനി ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴാണ് ഊരമ്പിന്റെ പേര് വന്നത് ബൊമ്പന്മാരുടെ ഊര്. ഞാൻ അങ്ങനെ സ്ഥലപ്പേരും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോണ്ടിരിക്കുക. അവിടെ മുരുകൻ വൈദ്യര് എന്ന് പറയുന്ന സിദ്ധമായ മർമ്മ ചികിത്സയില് ഇത് പാരമ്പര്യ ചികിത്സ അല്ലേ? അച്ഛനെ വൈദ്യം കുറേശ്ശെ അറിയാമായിരുന്നു. ഞാൻ പിന്നെ പല ആശാന്മാരടുത്ത് പോയി ശിക്ഷയപ്പെട്ടിട്ടുണ്ട്. ഒരു 9-10 ആശാന്മാരടുത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഏറെക്കുറെ ഒരു നമ്മുടെ കൈവഴക്കം വന്ന ഒരാളാണ്. എനിക്കിപ്പോ ഒരു 9 ശിഷ്യന്മാരുണ്ട് പഠിക്കുന്നത്. പിന്നെ ഞാൻ പഠിപ്പിക്കുന്നത്. ഈ സിദ്ധമർമ്മം നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അതിനൊരു ലൈസൻസ് കിട്ടുന്ന എപ്പോഴാണ്? ലൈസൻസ് കിട്ടുന്നത് നമ്മളിപ്പോൾ സംഘടനകളുണ്ട് സിദ്ധത്തിൻ്റെ. ഇവിടെ ഈ വിളവങ്കോട് താലൂക്കാണ്. വിളവങ്കോട് താലൂക്കിൽ നിറയെ സിദ്ധ ചികിത്സകൾ, മർമ്മ ചികിത്സകളാണ് കൂടുതൽ. അങ്ങനെ പിന്നെ വൈദ്യന്മാർ സംഘടിച്ച് സംഘടന ഉണ്ടാക്കി അവർ സെക്രട്ടറി, പ്രസിഡന്റ് ഇതിങ്ങനെ വെച്ചിട്ട് അവർ സംഘടനയിൽ നിന്ന് കൊടുക്കുന്ന ലൈസൻസ് അത് വെച്ചാണ് പാരമ്പര്യമായിട്ടുള്ള ചികിത്സ ചെയ്യും. അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് വെസ്റ്റ് ബംഗാളിൻ്റെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് RMB ലൈസൻസ് എടുത്തിട്ടുണ്ട്. അധ്യാപകനായിട്ടും ജോലി ചെയ്യും. ഇവിടെ പ്രധാനമായിട്ടും നമ്മുടെ സിദ്ധമർമ്മത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഇപ്പൊ ആയുർവേദത്തിന് ചിലപ്പോൾ ആയുസിന്റെ വേദം, ആയുർവേദം എന്ന് പറയുന്ന പോലെ സിദ്ധമർമ്മത്തില് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? സിദ്ധന്മാരുകളായി കണ്ടുപിടിക്കപ്പെട്ട രീതിയാണ് സിദ്ധമർമ്മം എന്ന് പറയുന്നത്. മർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം ക്ഷതങ്ങൾ ഉണ്ടാകുന്നു ആ ക്ഷതങ്ങളെ തീർക്കാൻ വേണ്ടി പഠിക്കുന്നത്. ഞരമ്പ് സംബന്ധമായിട്ട് എന്തെല്ലാം സംഗതിയുണ്ടോ അതൊക്കെ തീർക്കാൻ വേണ്ടി പഠിക്കുന്നതാണ് സിദ്ധമർമ്മം എന്ന് പറയുന്നത്. മർമ്മത്തിൽ നമ്മൾ അടിയോ ചതവോ ബോധക്കേട്, ജന്നി ഇതേമാതിരിയൊക്കെ വന്നിരുന്നാലും മർമ്മത്തിൽ നമ്മൾ പിടിച്ച് ഇളക്കുകയും അതിന് നിവൃത്തി ചെയ്തിട്ട് അതിൻ്റെ മരുന്ന് കൊടുക്കുകയും ചെയ്യുന്നതാണ് മർമ്മ രീതി പറയുന്നത്. അതിന് സാധാരണ നമ്മൾ കണ്ടുപിടിക്കുന്നത് നാഡീശാസ്ത്രത്തിലാണ്. ആദ്യം നമ്മൾ പഠിക്കുന്നതിനെ നാഡിതാണ്. കരിമുഖനടിയെ വാട്ടി കൈതനിൽ നാഡിഭാത്തിൽ പെരുവിരൽ അങ്കുലത്തിൽ പിടിത്തടി നടുവേ തൊട്ടാൽ ഒരു വിരലോടിൽ വാദം, തിരുനടുവിരലിൽ പിത്തം, തിരുവിരൽ മൂണ്ടിലോടിൽ ചിലെത്തുമ നാടിതാന് ആകിയ നാടി മൂണ്ടും പടപടൻ തോടിൽ ജന്നി പതിങ്കിട്ടാൽ അതും ജന്നി പുകയിനെണ്ണം കോഴി വൈനിൽ നടക്കിൽ പിത്തം, പിത്തത്തിൽ പിത്തമാകി പിതറ്റിടും കിറുകിറുക്കും വായത് കശപ്പുണ്ടാകും വയറത് കുളറി വിമ്മും
ഇങ്ങനെ പറഞ്ഞിട്ട് രോഗലക്ഷണങ്ങൾ പറഞ്ഞങ്ങ് പോകും. അത് നമ്മൾ നാടി വാദം പിത്ത ശ്ലേഷ്മം ഇത് മൂന്നിനും നമ്മൾ പിടിച്ചു നോക്കിയാണ് അതിൻ്റെ ഗതികൾ മനസ്സിലാക്കി നമ്മൾ ഇല്ലില്ല, ആണുങ്ങൾക്ക് വലത് കൈയും പെണ്ണുങ്ങൾക്ക് ഇടത് കൈയുമാണ്. മടന്തകൾക്കിടം കയ്യപ്പ ആൺകൾക്ക് വലം കൈയാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം നെട്ടി എടുക്കണം, നെട്ടി എടുത്തിട്ട് വേണം പിന്നെ ഞരമ്പുകൾ നോക്കാൻ വേണ്ടി. ഇതാണ്, ഇത് വാദം, ഇത് പിത്തം, ഇത് ശ്ലേഷ്മം. ഉണ്ട്, രണ്ടും ഒന്ന് തന്നെ. പക്ഷേ ഇതിൽ ഏതാണ് കൂടുന്നത് അതാണ് രോഗാവസ്ഥ. മൂന്നും കറക്റ്റായിരുന്ന രോഗമില്ല. കുറഞ്ഞാലും രോഗം, കൂടിയാലും രോഗം. സാധാരണ ഇപ്പം കുറച്ച് കൂടുതൽ കഫമുണ്ട്, കഫമാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് തട്ടുമുട്ടുകൾ കിട്ടിയിരുന്നാലും എവിടെയാണ് തട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അതെല്ലാം പ്രാക്ടീസ് കൊണ്ട് ചെറിയ രീതിയിലുള്ളതുണ്ട്. ഇത് വീഴ്ച വന്നിട്ടില്ല. സോറിയാസിസ്, പുണ്ണുകൾ, ക്യാൻസറുകൾ ഇതുപോലുള്ള ഒരുപാട് കേസുകൾ ഞാൻ ചികിത്സിച്ച് ഭേദം വരുന്നുണ്ട്. ഇപ്പൊ മോഡേൺ മെഡിസിൻ, അതായത് ഇംഗ്ലീഷ് മെഡിസിന്റെ വരവോടുകൂടി നമ്മുടെ പാരമ്പര്യമായ പല ചികിത്സാ രീതികൾക്കും ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. ആളുകൾ മറ്റേ പെട്ടെന്നൊരു ശാന്തി കിട്ടുമെന്നുള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുക അല്ലേ? ഈ സിദ്ധമർമ്മത്തില് യഥാർത്ഥത്തില് നമ്മള് കൂടുതലും സിദ്ധമർമ്മത്തിനെ ആശ്രയിക്കുന്ന ആളുകൾ പെട്ടെന്ന് പനി വന്നാലോട് ഇങ്ങോട്ട് വരണമെന്നില്ല. ഇല്ല, പണ്ട് അതിനും വരുമായിരുന്നു. ജ്വര ചികിത്സ പ്രത്യേകം തന്നെ ഉണ്ട്. 64 സൈസ് ജ്വരമുണ്ട്. അതിൽ പല രീതിയിലുള്ള ജ്വരമുണ്ട്. വാതജ്വരം, പിത്തജ്വരം, ശ്ലേഷ്മജ്വരം, കഫജ്വരം, ഇങ്ങനെ പറഞ്ഞിട്ട് ജ്വരങ്ങൾ തന്നെ 64 സൈസുണ്ട്. അപ്പോൾ അത് പണ്ട് വൈദ്യന്മാർ ചികിത്സിക്കുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തരും ജ്വര ചികിത്സയിൽ ഏറ്റവും മികവുള്ളവരാണ് ഭയങ്കര വൈദ്യരെന്ന് അറിയപ്പെടുത്തുന്നത്. ഇന്ന് ഒരു പനി വന്ന ഉടനെ ആശുപത്രി കൊണ്ടുപോകും. അതിൽ തന്നെ ആദ്യം പറയുന്നത് തന്നെ വെട്ടുമാറവൻ ഗുളികയും വെൺമുളക് തൃപ്പിലി വിളങ്കും പൊരികാരവും വേറുതരും ജാതിയോട് ജാതിലിംഗവും അമിതമൻ ഇഞ്ചിനീരിലാട്ടവേ ചിക്കലാന ജ്വരം 64 വിട്ടുവിടും വെട്ടുമാറവൻ ഗുളിക തന്നില്ലേ. ഏത് 64 ജ്വരവും അതിൽ മാറുമെന്നാണ് പറയുന്നത്. തമിഴാണ് താലയുള്ള ഗ്രന്ഥങ്ങൾ കൂടുതൽ. ഈ പിന്നെ സിദ്ധവൈദ്യത്തിൻ്റെ അഗസ്ത്യർ നിർമ്മിക്കപ്പെട്ട അഗസ്ത്യരുടെ ശിഷ്യർ 18 പേരുണ്ട്. അവരെല്ലാവരും എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്. ഓരോരുത്തരും ഓരോ രീതി, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. നമ്മളിവിടെ പ്രധാനമായിട്ടും നമ്മൾ മരുന്ന് എങ്ങനെയാണ് മരുന്നെല്ലാം ഞാൻ തയ്യാറാക്കുന്നതാണ്. കംപ്ലീറ്റ് ഈ താളയോല ഗ്രന്ഥങ്ങൾ നോക്കി നമ്മുടെ ആശാന്മാർ അവർ പരമ്പരമായിട്ട് ചെയ്ത് അനുഭവപ്പെട്ട മരുന്നുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അകത്ത് കഴിക്കുന്നുണ്ട്, പുറമേ പുരട്ടുന്ന തൈലങ്ങളുണ്ട്. അകത്ത് കഴിക്കുന്ന ലേഹ്യങ്ങൾ, ചൂർണങ്ങൾ, എണ്ണകൾ, പൊടികൾ, ഭസ്മങ്ങൾ, ഇതിങ്ങനെ വരുള്ള നെയ്റ്റ് ഭസ്മങ്ങളെല്ലാം ഒരുപാടുണ്ട്. തൈലമാണെങ്കിലും കുടിക്കാനുള്ള കോഴി തൈലം, ഉഴിഞ്ഞ മുക്കൂട്ട്, കുടിക്കുന്ന തൈലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അജാംശ രസായനം, കോഴിത്തൈലം, ഉഴിഞ്ഞ മുക്കൂട്ട്, കായ സർവാംഗം, കായ രാജാംഗം, ഇങ്ങനെയൊക്കെയുള്ള ടോപ്പ് മരുന്നുകളുണ്ട്. പ്രത്യേകിച്ച് ചില ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് ശരീര പുഷ്ടിക്കോ ശരീരകാന്തിക്കോ അല്ലെങ്കിൽ ആരോഗ്യവാനായിരിക്കുന്നതിനോ ശരീരവേദന ലേഖ്യങ്ങളുണ്ട്. അശ്വഗന്ധാദി ലേഖ്യം, അത് നന്നായിട്ട് ശരീരം എന്നാവുന്ന ഒരു ലേഖ്യമാണ്. അശ്വം എന്ന് വെച്ചാൽ കുതിര എന്നർത്ഥം. അപ്പൊ കുതിര ശക്തി ഉണ്ടാകും എന്നാണ് പറയുന്നത് അശ്വഗന്ധാദി ലേഖ്യം. അതിലും മഹാ അശ്വഗന്ധാദി ഉണ്ട്, അശ്വഗന്ധാദി. അങ്ങനെയുള്ള ലേഖ്യങ്ങളൊക്കെ മധുരകാമേശ്വരി ലേഖ്യം, മന്മഥ ലേഖ്യം, ഇങ്ങനെയുള്ളതൊക്കെ ശരീരപുഷ്ടിക്കും ഞരമ്പ് ബലത്തിനും ഒക്കെ ഉള്ളത്. കുട്ടികൾക്ക് ഉള്ളതിനും എല്ലാത്തിനും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ 50 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ജോയിന്റുകളെ പെയിൻ ആവുന്ന അതിന് പ്രത്യേക മരുന്നുകളുണ്ട്. നമ്മളിപ്പോ ഒരു അസുഖം ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റുന്ന അതിനെ പറഞ്ഞ് യശോദയിലേക്ക് എപ്പോഴും കഴിക്കാവുന്നതാണ്. അജമാംസ രസായനം അതിന് എപ്പോഴും കഴിക്കാവുന്നത്. പിന്നെ ഈ ചവനപ്രാശം അത് ഏത് പിള്ളേർക്കും വലിയവർക്കും കഴിക്കത്തക്ക രീതിയിലുള്ളത്. അതൊക്കെ വലിയ പഥ്യങ്ങളില്ലാതെ ശരീരപുഷ്ടിക്ക്, ശരീരത്തിന് സേഫ്റ്റിക്കും വേണ്ടി ഉള്ള മരുന്നുകൾ. കിട്ടാനൊക്കെ വളരെ പ്രയാസമാണ്. എന്നാലും നമ്മൾ മാക്സിമം കിട്ടുന്നത് നോക്കി എന്ന് വെച്ചാൽ ഒരു മരുന്നിന് 4-5 പേര് കാണും. അത് മാത്രമല്ല ഒരു രോഗത്തിന് 4-5 മരുന്നുകളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഒരു മരുന്നിൽ എല്ലാ മരുന്നും കിട്ടിയില്ലെങ്കിൽ ആ മരുന്നിനെ ഒഴിവാക്കിയിട്ട് അതേ രോഗത്തിനുള്ള വേറെ മരുന്നുണ്ടാക്കുക. അങ്ങനെ ചെയ്യാം. ഇപ്പോൾ കിട്ടുന്നതിനെ വെച്ച് മാത്രം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേറെ മരുന്നുണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയാണ്.
അപ്പൊ ഇപ്പൊ നമ്മളിവിടെ ഇവിടെ ഇരിക്കുന്ന മരുന്നുകൾ പലതും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്, ഞാൻ ഉണ്ടാക്കിയത്. ഇത് ഈ കൺദൃഷ്ടി ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. ബിസിനസ്സിന് വേണ്ടി ആളുകൾ വരുമ്പോൾ ചിലപ്പോൾ മരുന്ന് വാങ്ങുമ്പോൾ ഇത് ഒന്ന് വാങ്ങിക്കൊണ്ടു വീട് പാല് കാച്ചിന് അതിന് ഇതിനൊക്കെ വരുമ്പോൾ റൂം പിന്നെ കയറി കൂടുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരെണ്ണം വാങ്ങിക്കെട്ടിയിരിക്കും കൺദൃഷ്ടിക്ക്. അതിപ്പോൾ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, ബന്ധമില്ല. അതെ, ഇതെല്ലാം ആയുർവേദത്തിന്റെ ഗുളികൾ. ഇത്രയും ഗുളികൾ ആയുർവേദത്തിന്റെ വാങ്ങുന്നതാണ്. ബാക്കി കംപ്ലീറ്റ് ഞാൻ ഉണ്ടാക്കും. ഇത് ചായില്യ ഭസ്മം എന്ന് വിറയൽ മാതിരിയുള്ള വാദങ്ങൾ തീർക്കുന്ന ഒരു ഭസ്മമാണ്. ചായില്യ ഭസ്മം അല്ലെങ്കിൽ ജാതിലിംഗ ഭസ്മം എന്ന് പറയും. വാദത്തിന് അതെ. ഇത് വീരാമൃത സിന്ദൂരം എന്ന് പറയും. ഇത് ഗർഭാശയ രോഗങ്ങൾക്ക്, ഗർഭത്തിലുള്ള ചെറിയ സിസ്റ്റുകൾ അതേമാതിരിയുള്ള മുഴകൾക്കൊക്കെ കൊടുക്കുന്ന മരുന്നാണ് വീരാമൃത സിന്ദൂരം. ഇതുമെല്ലാം ഞാൻ ഉണ്ടാക്കുന്നതാണ്, ഇതെല്ലാം ഭസ്മീകരിച്ചെടുക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഇത് കാണുന്നവർക്ക് അറിയപ്പെടാനായിട്ടും പ്രയോജനപ്പെടുന്നതായിട്ടുള്ള ചില മരുന്നുകൾ ഇങ്ങനെ പറയും. ഇതെന്താണ് ഇത് അയഭസ്മം. അയഭസ്മം എന്ന് വെച്ചാൽ ഇരുമ്പ് ഭസ്മം. നമ്മുടെ രക്തക്കുറവ്, ശരീരത്തിൻ്റെ ക്ഷീണം ഇതൊക്കെ മാറ്റാൻ കൊടുക്കുന്നതാണ് അയഭസ്മം, ഇരുമ്പ് ഭസ്മം. ഇതൊക്കെ ഭസ്മീകരിച്ചെടുക്കുന്നത് ഇരുമ്പിന്. കൊടുക്കാം. വിളർച്ചയ്ക്ക് ഉള്ളതൊക്കെ അതിന്. പിന്നെ അന്നഭേദി ഭസ്മം എന്ന് പറയുന്നൊരു ഭസ്മമുണ്ട്, അതൊക്കെ വിളർച്ചയ്ക്ക് കൊടുക്കുന്നു. ഈ അയഭസ്മം വിളർച്ചയ്ക്ക് കൊടുക്കാം. ഇതൊക്കെ പിന്നെ മറ്റു കമ്പനികളുടെ പ്രോഡക്റ്റുകളാണ്. ഇതൊക്കെ വേറെ പിന്നെ ഈ കമ്പനി പ്രോഡക്റ്റ്. ഇവിടെയൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് ഇത് മല്ലിമാതളാധികൃതം, ഗർഭാശയ രോഗങ്ങൾ ഗർഭമില്ലാത്തവർക്ക് കൊടുക്കുന്നു. മല്ലിമാതളാധികൃതം ഇതൊക്കെ ഞാൻ ഉണ്ടാക്കുന്നതാണ്. കൂടുതൽ ഞാൻ പറഞ്ഞില്ല, ഈ ഒടിവ് മുറികൾ, കൈകാല് ബോൾസുകൾ മാറുന്നത്, കുഴതെറ്റുന്നത്, ഇങ്ങനെയുള്ള തട്ടുമുട്ടുകൾ കിട്ടുക, ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ള മരുന്നുകൾ കൊടുക്കുന്നത്. പിന്നെ ഞാൻ പറയും സോറിയസസ്, വലിയ വലിയ പുണ്ണുകൾ, ക്യാൻസറുകൾ, ഇതേമാതിരിയുള്ള രോഗങ്ങൾക്കൊക്കെ എല്ലാ തരം ക്യാൻസർക്കും കൊടുക്കാൻ പറ്റില്ല. ഇത് സാധാരണ വരുന്ന ഈ കവള് വാർപ്പ്, കവള് കുത്ത് വരുന്നത്, പുണ്ണുകൾ മാറാത്ത ഇതേമാതിരിയുള്ള ക്യാൻസറുകൾക്കൊക്കെ കൊടുക്കും. മാറിൽ വരുന്ന കട്ടികൾ ഇതിനൊക്കെ നന്നായിട്ട് കൊടുത്ത് മാറ്റിയിട്ടുണ്ട്. 52 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഇവിടെ തന്നെയാണ് നാട്. നമ്മുടെ നാട്ടിൽ പൊതുവെ ഇപ്പൊ ആരോഗ്യ സംബന്ധമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ കാണുന്ന അമിതമായിട്ട് കണ്ടുവരുന്ന രോഗാവസ്ഥ എന്താണ്? ഇവിടെ അമിതമായിട്ട് കണ്ടുവരുന്ന രോഗാവസ്ഥ വാദമാണ്, എല്ല് തേയ്വ് വാദം. തേങ്ങ ആഹാര രീതി, വിഷാംശമുള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിച്ചിട്ട് ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്ന രോഗമാണ്. വീട്ടിൽ വെക്കുന്ന ഹോട്ടലിലായിരുന്നാലും നമ്മൾ വാങ്ങുന്നതിലേ വിഷാംശമുണ്ട്. പിന്നെ അത് വെക്കുമ്പോഴും വിഷാംശമില്ല. അരിയായിരുന്നാലും ശരി തന്നെ, എന്ത് ആഹാരത്തിലും വിഷാംശമുണ്ട്. മീനായിരുന്നാലും ശരി തന്നെ, എല്ലാം പിന്നെ ഫോർമാലിൻ തിളച്ച് പുറക്കി വരുന്ന മീനുകൾ ഒരാഴ്ച 2 ആഴ്ച കഴിച്ച് വന്ന് കിട്ടുമ്പോൾ അതിനെടുത്ത് കഴിച്ച് വിഷാംശം തന്നെ അങ്ങനെയുള്ളതാണ്. ഉണ്ടാകാതിരിക്കാൻ നല്ല ശുദ്ധമായ ആഹാരം കഴിക്കുക, ശുദ്ധമായ വെള്ളം കുടിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? കിട്ടുന്നിടം തേടി പോവുക, അത്ര തന്നെ. അല്ലാതെ ഇത് പറയാൻ പറ്റും. കിട്ടുന്നിടം തേടുക എന്ന് പറയുമ്പോഴും അതിനകത്തൊരു കാരണം എവിടെ പോകും? അതാണ് ഞാൻ പറയാം, എല്ലായിടവും ഒന്നും പോലെ തന്നെ. അതുപോലെ കിട്ടുന്നത് വാങ്ങിച്ച് കഴിക്കുക, മരിക്കുമ്പോൾ മരിക്കട്ടെ വിചാരിച്ച് നടക്കുക, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല. ഡോക്ടർ തന്നെ ഇത് പറയുമ്പോഴത്തേക്ക് ആ ഒരു അവസ്ഥ നമുക്ക് എന്ത് ചെയ്യണം? വൈദ്യൻ എന്ന് പറയുന്ന ഒരു ബന്ധത്തിൽ തന്നെ കിട്ടുന്ന എല്ലാം വിഷമുള്ളതാണ്. നമ്മളെ ശ്വസിക്കുന്ന വായു വിഷം, കുടിക്കുന്ന വെള്ളം വിഷം, കഴിക്കുന്ന ആഹാരം വിഷം. പിന്നെ നമ്മളൊക്കെ വിഷങ്ങളായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അത്രയും തീർച്ചയായിട്ടും വിഷം നമ്മുടെ ശരീരത്തിനുള്ളിൽ അങ്ങനെ വിഷം പോയാൽ അതിനെ ഒന്ന് പുറത്ത് കളയാൻ, ഇപ്പൊ ഈ മഞ്ഞൾ പോലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് പുറത്ത് കളയാൻ നല്ലതാണെന്ന് പറയാം. അതുപോലെ എന്തെങ്കിലും മരുന്നിനുണ്ടോ? അത് മരുന്നുണ്ട്, വയറിളക്കുക. നവരത്നാദി മെഴുകെന്ന് പറഞ്ഞൊരു മെഴുകുണ്ട്. ഞാൻ ഈ വാദത്തിന്, പിത്തത്തിന്, പനിക്ക്, മണ്ണിന്, പൊക്കന്, കുടൽ രോഗത്തിന്, ഇതിനെല്ലാത്തിനും വയറിളക്കിയിട്ടേ മരുന്ന് കൊടുക്കും. വയറിളക്കുന്നത് ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന നവരത്നാദി മെഴുകെന്നൊരു മരുന്നുണ്ട്. അത് ഒരു തേക്കാമ്പറലിൻ്റെ അത്രയും കൊടുത്താൽ മതി. ഈ
മെഡിക്കൽ കോളേജിൽ പോയി ഇനിമോച്ച് ഇളകാത്തത് വരെ എൻ്റെ വൈദ്യശാല വന്ന് വയറ് നന്നായിട്ട് ഇളക്കി പോയിട്ടുണ്ട് ആൾക്കാർ. എനിക്ക് അത് വാങ്ങിക്കേണ്ടി വരും കേട്ടോ. ഈ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന നമ്മൾ വയനാട്ടിൽ സാധനങ്ങളൊക്കെ നവരത്നാദി മെഴുകും മെഴുക് മിക്കവാറും ഒരു കിലോ മെഴുകെങ്കിലും വാങ്ങിക്കണം. കുറേ വയറുകൾ നമ്മൾ ഇളക്കി വൃത്തിയാക്കാറുണ്ട്. അത് 1 കിലോയുടെ ഒരു 10,000 പേർക്ക് ഇളക്കാം. 10,000 ഈ ബുദ്ധി പോലെ അല്ല, ആരോഗ്യം മെച്ചപ്പെടേണ്ട ഒരു ആവശ്യം. അതിന് സാധാരണ ഒരു രോഗമില്ലെങ്കിലും 6 മാസത്തിനൊരിക്കൽ വയറിളക്കണമെന്നാണ് അതിൻ്റെ വിധി. പറഞ്ഞ കേട്ടില്ലേ, ഭാര്യ വലിച്ച് കുഴിമന്തിയൊക്കെ തിന്നുന്ന നിങ്ങളെ വല്ലപ്പോഴൊക്കെ ഇളക്കി കൂടെ കളയണം. ഇതെല്ലാം ലോഡ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലെന്നാണ് മുൻകമ്പ് ഇത് പറയുന്നത്. അപ്പൊ എന്തായാലും ഇത് കുറച്ച് സമയം നമ്മൾ സംസാരിച്ചുള്ളതിന് 1-2 നല്ല കാര്യങ്ങൾ അറിവ് കിട്ടി. വളരെ സന്തോഷം. ഓക്കെ, ഞങ്ങള് നമ്മള് ഇത് പാർച്ചാൽ ചൂടാലെന്ന് പറയുന്ന സ്ഥലം കൃഷ്ണപുരം. ഞാൻ വരുന്നത് തിരുവല്ല. അപ്പൊ ആളുകൾക്കൊന്നും അസുഖം ഉണ്ടാവാതിരിക്കട്ടെ. അതെ അതെ, തീർച്ചയായിട്ടും. വരാതിരിക്കാനുള്ള അവസ്ഥകളിലേക്ക് നമ്മൾ പോട്ടെ. ഞാൻ പിന്നെ തിരുവനന്തപുരത്തെ കൊല്ലം അവിടെയൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതൊക്കെ കാലിന്റെ വളരെ ഭീകരാവസ്ഥയിലുള്ള ഇത് കുറപ്പിച്ചതിന് ശേഷം ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്ത് കുറവ് വരുത്തിയതിന് ശേഷം ആളെയും കാണിച്ചു തരാം. ഇത് വേറെ നമുക്ക് കാണാൻ തന്നെ അറപ്പുള്ള കാഴ്ചകളാണ്. ഈ അവസ്ഥയിൽ നിന്നൊക്കെ മാറി ഈ സമൂഹത്തിന് ഇതെന്ത് പറ്റി എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് മാറി നല്ല ആരോഗ്യമുള്ള സമൂഹം ഉണ്ടാവട്ടെ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങള് ഇറങ്ങട്ടെ. വളരെ സന്തോഷം. ഓക്കെ ഓക്കെ, മറ്റേ ആളിനെ വേണമെങ്കിലും കാണിച്ചു തരാം. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മറ്റേ നമുക്ക് ഇച്ചിരി മെഴുക് തരുന്നത് നല്ലതായിരിക്കും. ഇതാണ് ഒരു ഡോസ് ഒരാളിന് ഇത്രയും കഴിക്കണം. രാത്രി കഴിക്കണം. രാവിലെ വെറും വയറ്റിലെ കഴിക്കണം. ഇത് കടിക്കുന്നതിനനുസരിച്ച് പാളയംകുളം പഴമാരുള്ള ചെറിയ പഴത്തിന്റെ പീസ് എടുത്ത് അതിനകത്ത് വെച്ചിട്ട് വിഴുങ്ങണം. അല്ല, ചവയ്ക്കരുത്. അതെ, ചവയ്ക്കാൻ പാടില്ല. വിഴുങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് 4-5 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം ഇപ്പം 1/2 മണിക്കൂറിനകത്തേക്ക് മോശം പോകാൻ തുടങ്ങും. ആദ്യം കട്ടിക്കുള്ള മോശം പോകും. പിന്നെ ഒരുമാതിരി പച്ച മഞ്ഞ പോലെ കുടലിൻ്റെ അകത്തുള്ള പായലുള്ള അതിനായിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളമായിട്ട് അപ്പം കുറച്ച് ടൈഡാകും. ആ സമയത്ത് 1 ഗ്ലാസ് കഞ്ഞിവെള്ളത്തിൽ ഒരു 3 മടങ്ങ് ഉപ്പ് വീട്ടി കലക്കി കുടിക്കും. പിന്നെ ക്ഷീണം ഉണ്ടെങ്കിൽ ഒരു കരുക്ക് വാങ്ങി കരുക്കിൻ്റെ വെള്ളം കുടിച്ചാൽ അത് ക്ഷീണം മാറും. അപ്പൊ ഈ സംഭവം ഇത് കഴിച്ചിട്ട് ഇറങ്ങി വെളിയിലെങ്കിലും പോരുത്. ഒരു കക്കൂസിന്റെ അടുത്ത് ചൂട് കിട്ടിയിരിക്കണം. എപ്പോഴാണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാടി പൊക്കോണോ. അതാണ്, വേറെ കാര്യമൊന്നും നടക്കത്തില്ല. ആള് ഇച്ചിരി ഉള്ളെങ്കിൽ അതിന് ഡ്യൂട്ടി ഒരുപാടുണ്ട്. സാധനം ഇത്രയും സംഭവമുള്ളൂ. ഇത് കൊല്ലാന്ന് എന്തായാലും ഇനി ഇളക്കിയിട്ടേ ഉള്ളു ബാക്കി കാര്യം. ഇവിടെ വന്ന സ്ഥിതിക്ക് അത് നമ്മളത് കുറയ്ക്കരുതല്ലോ. അപ്പൊ ഇതിന് വേണ്ടി മാത്രം തിരുവനന്തപുരത്തിന് അപ്പുറത്തിന് വരെ ആൾക്കാർ വരുന്നവരുണ്ട്. അതെ 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 അതെ. അങ്ങനെയുള്ള മരുന്നാണ്. അപ്പൊ ഇത് ഇളക്കി 9 മരുന്ന് ഇളക്കി എല്ലാം ശുദ്ധമായി ആരോഗ്യം ഉണ്ടാക്കിയിട്ട് നമുക്ക് പിന്നെ കാണാം.